ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ പത്രങ്ങളും ടി വിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്നത് ഫുള്ള് അടിപിടി, കൊലപാതകം, വെട്ട്, കുത്ത്, ഇതൊക്കെ തന്നെയാണല്ലോ. ചെറിയ മക്കൾ മുതൽ എന്താ പറയുക, കൊലപ്പെടുത്താനുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ടിരിക്കുകയാണ് എല്ലാവർക്കും. എപ്പോഴാണ് ആരാണ് കൊല്ലപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരുടെ ഭാഗത്തു നിന്നാണ് ഒരു അക്രമം ഉണ്ടാവുകയെന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഒരു കാലം പോയിക്കൊണ്ടിരിക്കുന്നതിൽ. 2025 തുടങ്ങിയത് മുതലേ ഇങ്ങനത്തെ സംഭവങ്ങളാണ് കേൾക്കുന്നത്. ഇപ്പോഴത്തെ ന്യൂസൊക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടമായി. കാരണം നമ്മളൊരു മക്കളെ വളർത്തുമ്പോൾ എത്ര പ്രതീക്ഷയിലാണ് നമ്മളെ വളർത്തുക. അത് വേറെയുള്ള ഒരാൾ വെറുതെ ഒരാവശ്യമില്ലാതെ കഴിച്ചിട്ട് ആ കുട്ടീനെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വിഷമമാണ്. നമ്മുടെ മക്കളെ വെച്ചിട്ടാണ് റിലേറ്റ് ചെയ്ത് നോക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ ന്യൂസൊക്കെ കണ്ടിട്ട് സത്യം കണ്ണെന്ന് വെറുതെ കണ്ണീര് വന്നുപോയി. എന്താ ചെയ്യുക. എത്ര നല്ലൊരു മോനായിരുന്നു, നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്തെല്ലാം പ്രതീക്ഷകളുണ്ടാവും വീട്ടുകാർക്ക്. നമ്മളായാലും നമ്മളെ മക്കളെ കണ്ടിട്ട് നമ്മൾ പറയില്ലേ, വലുതായിട്ട് അങ്ങനെ ആവണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ, പോലെ നോക്കണം ഒക്കെ പറയുമല്ലോ. അതേപോലെ നല്ലൊരു കുട്ടിയായിരുന്നു എന്നാണ് ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളത്. എൻ്റെ അടിയിൻ്റെയും പിടിയിലൊന്നും പോവാത്ത കുട്ടിയാണ്. എന്താ ചെയ്യുക. ഒരു വാർത്ത കേട്ട് അതിൻ്റെ നെട്ടിൽ മാറണ മുന്നേ അടുത്ത ന്യൂസ്. ഇത് എപ്പോഴാണ് ഏതാ സംഭവിക്കാമെന്നറിയാത്തൊരു രീതിയിലാണ് നമ്മുടെ ഒരു പോക്ക് പോകുന്നത്. എന്താവും എവിടെ ചെന്ന് നിൽക്കുന്നൊന്നും അറിയില്ല, എന്തൊക്കെ നടക്കുമെന്നും അറിയില്ല. അപ്പോൾ അന്ന് നമ്മുടെ ഈ അരയിലെ വല്ലാണ്ട് തൂങ്ങി കിടക്കുകയായിരുന്നു. അത് ഇതേപോലെ പ്ലാവിൻ്റെ കൊമ്പ് വെട്ടിയ സമയത്ത് ഞാൻ ആ പ്ലാവിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുത്തി ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മുടെ ഈ കോളിയാസൊക്കെ വല്ലാണ്ട് വൃത്തിയില്ലാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് മുറിച്ച് ഞാൻ ചെറുതാക്കിയിട്ട് അതിൽ തന്നെ കുത്തിയിടാന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് കോളിയാസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. 42 വെറൈറ്റിയൊക്കെ ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. എന്താ പറയുക, നോക്കാഞ്ഞിട്ടും അങ്ങനെ വീട് പണിൻ്റെ സമയത്ത് കുറേ ചെടികൾ വെക്കാൻ കഴിയാഞ്ഞിട്ടും ഞാൻ കുറേ അങ്ങനെ ഒഴിവാക്കി പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം വെച്ചിട്ട് പിന്നെ അവിടെയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി. ബേബി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ ഇതാണുള്ളൊരു പ്രശ്നം. പുല്ല് മുളച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ. നമ്മൾ കറക്റ്റ് ഇങ്ങനെ പറിച്ച് പോകണ കുഴപ്പമില്ല. അവിടെ വല്ലാണ്ട് പുല്ല് മുളയ്ക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നനച്ച് കൊടുക്കുന്നതുകൊണ്ട് അധികം പുല്ല് മുളക്കുന്നുണ്ട്. പിന്നെ ഈ പറിക്കുന്ന പുല്ലൊക്കെ ഞാൻ അധികം കോഴികൾക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. കോഴികൾ തിന്നും ആ പുല്ലൊക്കെ. അതിലേക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അതിലേക്ക് നല്ല ഇഷ്ടമാണ്. ഈ കൊത്ത് കൂടലൊക്കെ കുറച്ച് കുറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ പുല്ലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചട്ടി കണ്ടോ, മണ്ണും കുറവാണ്. എന്തോ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണത്. പക്ഷെ ഉണ്ടായി വരുമ്പോൾ അത് ഭയങ്കര ഭംഗിയാണ്. എനിക്കെല്ലാം കൂടെ നോക്കാൻ കഴിയായിട്ട് അതിങ്ങനെ ആയത് കേട്ടോ. ഇത് കട്ട് ചെയ്ത് വരിക്ക് നമ്മളിവിടെ കുഴിച്ചിട്ടെടുത്ത് നല്ല രസത്തിൽ നിൽക്കും ഈ ഒരു കോളിയാസ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ചെടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് നല്ലോണം ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതിലേക്ക് തന്നെ ആ ചട്ടി തന്നെ കുത്തിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതൊക്കെ ഓരോന്ന് കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചട്ടി വേണമല്ലോ. ചട്ടികൾ എൻ്റെ കയ്യിൽ ചെറുതൊക്കെ ഉണ്ട്. പക്ഷേ അതിലേക്കൊക്കെ മണ്ണ് നിറക്കലാണ് വലിയ ബുദ്ധിമുട്ട്. ഇതൊക്കെ നല്ല വെയിലത്തൊക്കെ വെക്കുകയാണ് അടിപൊളിയായിട്ട് അതിൻ്റെ ലീഫ് കാണാൻ. അപ്പം തുടക്കത്തിലൊക്കെ നല്ല ഉഷാറായിട്ട് നല്ലപോലെയൊക്കെ വെച്ച് ലാസ്റ്റ് എനിക്ക് മതിയായി. അപ്പം കുറേ വേറെ പണികളെടുത്തിട്ടാണ് ഈ പണിക്ക് ഇറങ്ങുന്നത്. അപ്പം ലാസ്റ്റ് ഞാൻ കുറേ ഒഴിവാക്കിയാണ് ചെയ്തത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒഴിവാക്കി. അത്ര മതിയെന്ന് വിചാരിച്ചുള്ളതൊക്കെ ഒന്ന് ഉണ്ടാവട്ടെ, എന്നിട്ട് ദിമ്മെന്നൊക്കെ ബാക്കി കൊമ്പുകളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എവിടെയെങ്കിലുമൊക്കെ കുത്തിയിട്ടാൽ മതി. അവൾക്ക് അതിന് വേണമല്ലോ ഒരു എന്താ പറയുക, ഒരു ഒഴിവൊക്കെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് മോളാണെങ്കിൽ എണീറ്റിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒന്നിനൊന്നിന് മക്കൾ കൊണ്ടുവരിക, ഉമ്മ കഴിഞ്ഞോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അങ്ങനെയൊക്കെ മതിയാക്കിയിട്ട് പോവുക ചെയ്ത്. ഇതൊക്കെ അതിൻ്റെ മുരട്ടൊന്നും മണ്ണില്ല കേട്ടോ ശരിക്കും. ഒന്നുകിൽ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മണ്ണിട്ട് കൊടുക്കണം. അത് രണ്ടും ചെയ്തിട്ടില്ല. മണ്ണിട്ടും കൊടുത്തിട്ടില്ല, ഇളക്കിയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നാണ് ഇപ്പോൾ ഞാൻ അതിമൊക്കെ നോക്കുന്നത്. നല്ല രസമുള്ള ചെടിയാണ് കേട്ടോ. ചെടിയൊക്കെ ഇലക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഉണ്ടോ, ഈ ഒരു ഇലയാണത്. ഇതല്ല, ഈ രണ്ടാമത് ഇതാണ് ആ ചെടി. അടിപൊളിയാണ് കാണാൻ, നല്ല രസമാണ് കാണാൻ. അപ്പം അങ്ങനെ കുറേ നേരം അയിമ പണിയെടുത്ത് പിന്നെ ഒരേ ടൈപ്പൊക്കെ ഒന്നിലല്ല കുത്തിയത്, പല ടൈപ്പും പലതിലും കുത്തിയിട്ടിട്ടുണ്ട്. ആ ഒരു ചെടി ഒക്കെ അതിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഞാൻ പല രീതിയിലാണ് കുത്തിയിട്ടുള്ളത് കേട്ടോ. എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് ഒന്ന് കയറിയാൽ മതി ആയി ലാസ്റ്റ് എനിക്ക്. പിന്നെ ഈ ഒരു ചീര പോലത്തെ ചെടിയില്ലേ, പേരെനിക്ക് അറിഞ്ഞൂടാ. ഈ ചെടി കുറേ നല്ല രസമാണ് അതും കാണാൻ. പക്ഷെ അതൊക്കെ കുറേ വളർന്നു കഴിഞ്ഞാൽ ഏത് ചെടിയും തോനായി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതൊക്കെ മുറിച്ച് മാറ്റി ആ ചട്ടി തന്നെ ഒന്ന് ഇളക്കി അവിടെ കുത്തിയിട്ട് കൊടുക്കുക. എപ്പോഴെങ്കിലും എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കണത്.
ഇങ്ങനെയൊക്കെ ചെടിയും കോഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങി കൂടാനാണ് എപ്പോഴും നല്ലത് കേട്ടോ. നമുക്ക് മെൻ്റലി ഒരു ഹാപ്പിനെസ് ഉണ്ടാവും ഈ ചെടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഒഴിവ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. അല്ലാതെ ഇതിനായിട്ടൊരു സമയം എന്തായാലും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ ഇതിന് വൈകുന്നേരമോ അല്ലെങ്കിൽ അടുക്കളത്തെ പണികൾ കഴിഞ്ഞിട്ട് മോൾ ഉറങ്ങിയ ശേഷമൊക്കെ ഇറങ്ങാൻ ചെയ്യല്. ഇപ്പം ആദ്യം ഉച്ച സമയത്ത് ഞാൻ അതിന് ഇറങ്ങലില്ല. ഇപ്പം ഞാൻ ഉച്ച സമയത്ത് മോൾ ഉറങ്ങിയ ശേഷമൊക്കെ എന്താ പണിക്ക് നിൽക്കുകയാണ് ചെയ്യുക. ചെടിയായാലും എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്ത് വളം ഇട്ട് കൊടുക്കണം. പിന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ അതും ഒരു ഭംഗിയിൽ നിൽക്കുകയുള്ളൂ. അല്ല വെറുതെ എവിടെയെങ്കിലും ഒന്ന് കുത്തിയിട്ടിച്ച് പോയിട്ട് എന്താക്കിയാലൊന്നും ചെടി മര്യാദയ്ക്ക് ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നോളും. പക്ഷേ ശരിക്കൊന്നും ഭംഗിയിലും വൃത്തിയിലൊന്നും വളരണമെങ്കിൽ നമ്മളതിൻ്റെ മുറ്റത്തേക്ക് നോക്കി തന്നെ പറ്റുള്ളൂ. കോളിയാസൊക്കെ എല്ലാവർക്കും ഇഷ്ടാവൂലേ? കളർ ചെടി, പിന്നെ വെറ്റില മുറുക്കി തുപ്പി, അങ്ങനെ എന്തൊക്കെയോ പേരുണ്ട്. ഞങ്ങളിതിന് ശരിക്കും പറയും മാസം മാറി എന്നാണ് കേട്ടോ. കോളിയാസൊക്കെ ഇപ്പം ഉണ്ടായ പേരാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാവരും കോളിയാസാണ് പറയുക. ഞങ്ങളൊക്കെ ഇതിന് മാസം മാറി ചെടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാസം കളർ മാറും എന്നുള്ള ഇതിൽ മാത്രമല്ല, ഇതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സ് എടുത്ത് നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിലോ അതിലോ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് നല്ല നല്ല വെറൈറ്റീസ് ഇതിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ ഗ്ലാസ്സിലോ അതിലൊക്കെ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം വേരും വരും. കുറച്ച് വെയിലും ഇതൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കുകയാണ് നന്നായിട്ടിരിക്കും. നല്ല രസമാണ്. പെട്ടെന്ന് വേര് വരും, പെട്ടെന്ന് പിടിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ശരിക്കും ഞാൻ ഈ വീഡിയോ എടുത്തപ്പം ജസ്റ്റ് ഇങ്ങനെ ഇട്ടേന്നുള്ളൂ കേട്ടോ. ഞാനിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് രസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞാനത് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. കാരണം ഞാൻ ജസ്റ്റ് നമുക്ക് ഡെയിലി വീഡിയോ ഇടണോ എന്നുള്ള നിലക്ക് ഞാനത് പിന്നെ വീഡിയോ എടുത്ത് ഇട്ടതായിരിക്കും. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് വേറെ ഒന്നും ഇടാനില്ല. അന്നേരം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാനൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് എന്താ വെച്ചാൽ കാര്യങ്ങൾ ആ കുട്ടീൻ്റെത് കേട്ടിട്ട് ഭയങ്കര സങ്കടം സാഡുമായി. എൻ്റെ മോനോടൊക്കെ ഞാൻ പറയായിരുന്നു ഇങ്ങനെ ഒന്നും നിൽക്ക് പോകരുത് കേട്ടോ എന്നൊക്കെ. പിന്നെ കേൾക്കുമ്പോൾ ഭയങ്കര ആശങ്കയും ഒരു ബേജാറൊക്കെയാണ് ഉള്ളിൽ. കാരണം മക്കൾ എന്താ ലഹരി കഞ്ചാവ് എല്ലാം ഇപ്പോൾ ഉണ്ടല്ലോ. എല്ലാ മക്കളുടെ കയ്യിലും ഈ ചെറിയ മക്കളുടെ കയ്യിൽ വരെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു പേടി ഉണ്ടാവില്ല. ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു പേടി, നമ്മളെ കുട്ടി ഇതിൽ പെട്ടു പോകുന്നൊരു ബേജാറ്. ഇപ്പം അൽഹംദുലില്ലാ ഇപ്പോൾ നല്ല മോനാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം പഠിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പേടി എല്ലാ പേരൻസിനും ഉണ്ടാവും. നമ്മളെ കുട്ടി പെട്ട് പോകുമോ എന്നുള്ളൊരു പേടി. ആ ഒരു പേടി എനിക്കുണ്ട്. ഞാൻ എപ്പോഴും അവനോട് പറയലുണ്ട്, ഇങ്ങനൊന്നും പോയി പെടരുത് കേട്ടോ, ആരും വിളിച്ചാൽ പോകരുത്, ആരും തന്നാൽ വാങ്ങരുതെന്നൊക്കെ എപ്പോഴും ഞാൻ പറയലുണ്ട്. എല്ലാവരും മക്കളും പഠിച്ചോ കാക്കട്ടെ അല്ലേ. അല്ല എന്താ പറയുക, വീട്ടിൽ നിന്നാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളറിയണില്ലല്ലോ ഓലെന്താ ചെയ്യണത്, ഇതാക്കണം എന്താ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.